അധികം പേർ പങ്കെടുക്കുന്ന ബൈബിൾ ക്വിസ് പ്രോഗ്രാം ലോഗോസ് 2011 ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മത്സരാർത്ഥികളെ കാത്തിരിക്കുന്ന അടുത്ത റൗണ്ട് 50-50 റൗണ്ട്. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റൗണ്ടായി കഴിവുള്ളവർക്ക്, അത് വളരെ കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക്. നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു, ഞാൻ ഒഴിച്ച്. അപ്പം നന്നായിട്ട് ബുദ്ധി ഉപയോഗിച്ചാൽ ഈ റൗണ്ടിൽ മാർക്ക് സ്കോർ ചെയ്യാം. റെഡിയാണോ? ചോദ്യത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ചോദ്യം. ഒരു പുസ്തകത്തിൽ എഴുതാൻ കർത്താവ് മോശയോട് പറയുന്നതായി ഒരിടത്തു കാണുന്നു. അധ്യായവും വാക്യവും ഏത്? പുറപ്പാട് 17-14. കറക്റ്റ് ആൻസർ. 15 മാർക്ക്. ആന്റണി പഴയതിന്റെ എല്ലാം കേട് തീർന്നു, ഇല്ലയോ? അടുത്ത ചോദ്യം സിനിയോടാണ്. പുറപ്പാട് 20-4. അതിന് സമാന്തരമായിട്ട് ലേവ്യരുടെ പുസ്തകത്തിലെ അധ്യായം, വാക്യം. ഓപ്ഷന് പോന്നു. ഓക്കെ, ഓപ്ഷൻ പ്ലീസ്. 50-50 വേണേ പറയണം. നെക്സ്റ്റ് 1 more second. 50-50. രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. നൗ യു ഹാവ് എ ചാൻസ്. ലേവ്യർ 19-4. കറക്റ്റ് ആൻസർ. 19-4. ആദ്യമേ തോന്നിയിരുന്നെങ്കിൽ 15 മാർക്ക് കിട്ടിയാണ്. അടുത്ത ചോദ്യം സിസ്റ്റർ ഏഞ്ചലിനോട്. റെഡിയാണോ? ഓക്കെ. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. അധ്യായം ഏത്? വാക്യം ഏത്? ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. അധ്യായം, വാക്യം. 19:6. കറക്റ്റ് ആൻസർ. പുറപ്പാട് 19:6. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 4. ആരോടാണ്? ആൽവിൻ. ശ്രദ്ധിച്ചു കേൾക്കുക. മത്തായി 15:8-9. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. മത്തായി 15-ാം അധ്യായം 8-9 വാക്യങ്ങൾ. പഴയ നിയമത്തിന്റെ സമാന്തര ഭാഗമേത്? മത്തായി 15:8-9. ഇതിന് സമാന്തരമായിട്ട് പഴയ നിയമത്തിൽ എവിടെ നമ്മൾ കാണുന്നു? പുസ്തകം, അധ്യായം, വാക്യം. യെശയ്യാ 29:13. കറക്റ്റ് ആൻസർ. യെശയ്യാ 29:13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, ആരോടാണ്? ട്രീസ് ആറ്റ് ഇൻഡു. റെഡിയാണല്ലോ? ഓക്കെ. മരുഭൂമിയിൽ വെച്ച് അടുത്ത പ്രഭാതത്തിലേക്ക് മന്ന സൂക്ഷിച്ചു വയ്ക്കാൻ അനുവാദം ഉണ്ടായിരുന്ന ദിനം ഏത് ദിവസമാണെന്ന് പറയാം? 6-ാം ദിവസം സാബത്തിന്. ഞാൻ ചോദിച്ചത് ആ ദിവസത്തിന്റെ പേരാണ്. എന്നോട് പറയാമോ? വെള്ളി. കറക്റ്റ് ആൻസർ. സംശയിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ട് പറഞ്ഞു. തെറ്റാണേലും ഇപ്പൊ ശരിയായി എല്ലാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, ബ്രദർ സോളമൻ ശ്രദ്ധിച്ചു കേൾക്കുക. സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കുവിൻ. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ. ഏത് അധ്യായം? പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ് ക്ലൂ തരുന്നു. ഏത് അധ്യായം, ഏത് വാക്യം? 4-ാം അധ്യായം 7-ാം വാക്യം. കറക്റ്റ് ആൻസർ. 4-ാം അധ്യായം. ഒരു 50 വേണ്ടാന്ന് പറഞ്ഞ മട്ടില്ല ഇവര് പോകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. സിസ്റ്റർ ബേറ്റി. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. വീണ്ടും പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ്. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. അധ്യായം, വാക്യം. 1-ാം അധ്യായം 8-ാം വാക്യം. കറക്റ്റ് ആൻസർ. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 8. സിസ്റ്റർ നിത്യയോടാണ്. ജനമെല്ലാം ഭയന്ന് വിറച്ച് അകലെ മാറി നിന്നു. 4 ഓപ്ഷൻസ് ഉണ്ട്. അതില് ചേരാത്തത് എന്താ? ഇവിടെ ഫിറ്റിൻ ചെയ്യാത്തത് ഏതാന്ന് പറയണം. ഇടിമുഴക്കം, കാഹളധ്വനി, മിന്നൽ പിണർ, പൊടിപടലം. കറക്റ്റ് ആൻസർ. പൊടിപടലം. 15 മാർക്ക്. അടുത്ത ചോദ്യത്തിൽ നമ്മൾ കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഷെറിന്റെ ചാൻസ് ആണ്.
എന്തുകൊണ്ടാണ് ബലിപീഠം ഉണ്ടാക്കേണ്ടത്? ചോദ്യം പുറപ്പാടിന്റെ 20-24. പുറപ്പാട് 20-24 നിന്നാണ്. എന്തുകൊണ്ടാണ്, ഏത് മെറ്റീരിയൽ, എന്തുകൊണ്ടാണ് ബലിപീഠം ഉണ്ടാക്കേണ്ടത്? മണ്ണുകൊണ്ട്. മണ്ണുകൊണ്ട്. കറക്റ്റ് ആൻസർ. മണ്ണുകൊണ്ട് ബലിപീഠം ഉണ്ടാക്കണം. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അവസരം ആർക്കാണ്? നവിത. നവിത റെഡിയാണോ? ഓക്കെ. വീണ്ടും പുറപ്പാടിൽ നിന്നൊരു ചോദ്യമാണ്. സീനായി മലയിൽ മോശയ്ക്ക് ദൈവം കൽപ്പലകൾ തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന അധ്യായം വാക്യങ്ങളേവാകും? 24-ാം അധ്യായം 12-ാം വാക്യം. കറക്റ്റ് ആൻസർ. 24-12 പുറപ്പാട്. അങ്ങനെ ഈ റൗണ്ട് നമ്മളിവിടെ പൂർണ്ണമാകുകയാണ്. 50-50. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 50-50 റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ മത്സരാർത്ഥികളെ വീണ്ടും കാത്തിരിക്കുന്നു ഓഡിയോ റൗണ്ട്. ഇത് വളരെ ബുദ്ധിപൂർവം, ഇതിന്റെ പുറകിൽ കൃത്യമായ ഒരു ദൈവശാസ്ത്ര ചിന്തയോടെ ഒരുക്കിയിരിക്കുന്ന ഒരു റൗണ്ടാണ്. ഇതിന്റെ ലക്ഷ്യം ഇതാണ്. അതായത് നസ്രത്തിലെ യേശു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് ഈശോ മിശിഹാ ചെയ്ത കാര്യം ലളിതമാണ്. അദ്ദേഹം ജീവിച്ചപ്പോൾ രാവിലെ എഴുന്നേറ്റു, പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞു, മുന്നോട്ട് നടന്നു പോകുമ്പോൾ കണ്ടുമുട്ടുന്ന മനുഷ്യരൊക്കെ ആയിട്ട് സംസാരിക്കുകയും അവർക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നോ അത് സാധിച്ചു കൊടുക്കും. ഭാഷയുടെ സങ്കേതങ്ങളെ ഏറ്റവും ഗംഭീരമായിട്ട് ഉപയോഗിച്ചവനായിരുന്നു നസ്രത്തിലെ യേശു. അതുകൊണ്ട് തന്നെ ഈ റൗണ്ട്, ഓഡിയോ റൗണ്ടിന്റെ പ്രത്യേകത, ഇന്ന് കേരളം മലയാള ഭാഷയിലെ പ്രധാനപ്പെട്ട പാട്ടുകളാകാം, കവിതകളാകാം, അത് ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നു. ഓക്കെ, നമ്മൾ തുടങ്ങിയാണ്. ഒന്നാമത്തെ ചോദ്യം നവിതയാണ്. ശ്രദ്ധയോടെ കേൾക്കുക. അത് കഴിഞ്ഞ് ചോദ്യം. തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചു കരങ്ങൾ കാണാം. അരികിൽ ശീമക്കാറിനുള്ളിൽ സുഖശീതള മൃദുമാറിൻ ചൂരിൽ ഒരു ശ്വാനൻ പാൽ നുണവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. കവിത ഒരുതപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന, കാരണം ഇവിടെ പ്രശസ്തമായൊരു കവിതയാണ് കന്നഡ. അതും മുരുകൻ കട്ടാക്കടയുടെ കന്നഡ എന്ന കവിത, അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കവിത ഏതാണെന്ന് തോന്നുന്നു, ഏറ്റവും പോപ്പുലറായതാണ്. അതിലെ വരികളാണ് നമ്മൾ കേട്ടത്. ഇതിൽ നിന്നും ഉണ്ടായി വരുന്നൊരു ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക നവിത. ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരമില്ലാതാക്കാൻ സാധ്യമായതെല്ലാം നാം ചെയ്യേണ്ടതാണ്. ഉടമ്പടി ഗ്രന്ഥത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകാമോ ഇല്ലയോ എന്ന് പറയണം. അതിൻ്റെ അധ്യായം പറയണം, അതിൻ്റെ വാക്യവും പറയണം. പ്രത്യേക പരിഗണന നൽകരുത്. അധ്യായം, വാക്യം. 23-ാം അധ്യായം 3-ാം വാക്യം. കറക്റ്റ് ആൻസർ. പുറപ്പാട് 23:3. ഓക്കെ, നവിതയ്ക്ക് 10 മാർക്ക്. അടുത്ത കവിത ശകലത്തിലേക്ക്, ഓഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. ഷെറിൻ. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. നല്ല വാക്ക് ഓതുവാൻ എന്തുണ്ടാവണം? ത്രാണി. അതന്നെ കവിതയിലതാ പറയണം, നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടാവണം. ഇതിനോട് ബന്ധപ്പെട്ട ചോദ്യം വരുന്നത്, നല്ല വാക്ക്, സത്യം പറയാൻ ശക്തി ഉണ്ടാകണം. എന്നാൽ യേശുവിൻ്റെ ഉത്ഥാനവുമായി കാവൽക്കാർ കള്ളം പറയാൻ നിർബന്ധിക്കപ്പെടുക. കള്ളം പറയുന്നൊരു കോണ്ടക്സ്റ്റ്. യേശുവിൻ്റെ ഉത്ഥാനവുമായി കാവൽക്കാർ പറയുന്ന കള്ളം ആര് അറിയരുതെന്നാണ് അവരുടെ ആഗ്രഹം? ദേശാധിപതി. കറക്റ്റ് ആൻസർ, ദേശാധിപതി. 28:14. അടുത്ത ഓഡിയോ.
കണ്ണീരിൻ മഴയത്തും നെടുവീട്ടിൻ കാറ്റത്തും കരയാനും കാത്തിരിക്കും കബറിനടിയിലും കാത്തിരിക്കും കരളെ ഞാൻ കബറിനടിയിലും കാത്തിരിക്കും. അല്ലേ? എന്താ സംഭവം? രസകരമാ. കരളെ ഞാൻ കബറിനടിയിലും കാത്തിരിക്കും. ഇവിടെ ചോദ്യം ഇതിന് നേരെ വിരുദ്ധമായിട്ട്, കബറിനടിയിൽ കാത്തിരിപ്പില്ല എന്ന് പറയുന്ന സ്ഥാനമില്ല എന്ന് പറയുന്ന സദുക്കായരുടെ ചോദ്യത്തിന് യേശു മറുപടി നൽകിയ സംഭവ വിവരണത്തിലെ അവസാനത്തെ പ്രസ്താവന, ഉയർപ്പില്ല എന്ന് പറയുന്ന സദുക്കായർ യേശുവിന് മറുപടി പറയും. അതിന്റെ അവസാനത്തെ പ്രസ്താവന എന്ത്? ആരോടാ ചോദ്യം? നിത്യ. റൈറ്റ്. അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഇത് കേട്ടപ്പോൾ ജനങ്ങൾ അവന്റെ പ്രബോധനത്തെ പറ്റി ആശ്ചര്യപ്പെട്ടു. ഡബിളി കറക്റ്റ്. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ഓഡിയോ. ഇവിടെ ഇരിക്കുന്നവരിൽ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷവും ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു പാട്ട്, 60-ൽ പി ഭാസ്കരൻ്റെ ഒരു പാട്ടാണ്. അതിൽ യേശുവിൻ്റെ പാവന രക്തം, അതാണ് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു പോരുന്നത്. യേശുവിൻ്റെ പാവന രക്തത്തെക്കുറിച്ച് സുവിശേഷത്തിലൊരു സൂചന, നിഷ്കളങ്ക രക്തം എന്ന് പ്രസ്താവിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. യേശുവിൻ്റെ പാവന രക്തം ഇവിടെ സൂചന, പക്ഷെ അത് സുവിശേഷത്തിൽ പറയുന്നത് നിഷ്കളങ്ക രക്തം എന്നിതിനെക്കുറിച്ച് പ്രസ്താവന നടത്തുന്നത് ആര്? ചോദ്യം ആരോടാണ്? ഓക്കെ, റൈറ്റ്. യൂദാസ്. കറക്റ്റ് ആൻസർ, യൂദാസ്. 27:4. അടുത്ത ഓഡിയോ. ഇതിനോട് ബന്ധപ്പെട്ട ഒരു സുവിശേഷ വചനമാണ് സോളമൻ. ഓക്കെ, പറയേണ്ടത് ചോദ്യം ഇതാണ്. അവശൻ വിവശൻ, വീടുകളിൽ പോയി അവശൻ വിവശൻ ക്രിസ്തുവിനെ കാണാനുള്ള ആഹ്വാനത്തോട്, അവശനും വിവശനുമായിരിക്കുന്ന ക്രിസ്തുവിനെ കാണാനുള്ള ആഹ്വാനത്തോട് ചേർന്ന് പോകുന്ന സുവിശേഷ വാക്യം മത്തായിലുണ്ട്. അതേതാണ് വാക്യം? അധ്യായം 25:36. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ഓക്കെ, എനിവേ, ഡിഡ് ഇറ്റ്. ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ചോദ്യം, അടുത്ത ഓഡിയോ റൗണ്ട് ചോദ്യം. ഓക്കെ, കേൾക്കാം. രാവിൻ മറവിൽ മുഴങ്ങി ആർക്കും കുരവയുമൊപ്പം, രാവിൻ മറവിൽ മുഴങ്ങി ആർക്കും കുരവയുമൊപ്പം, കന്യകമാരെ ഉണരൂ മണവാളൻ വരവായി. ചാടിയണീറ്റ കന്യകമാർ വിളക്കുകൈകളിലേന്തി, ഏറെ നേരമെരിഞ്ഞ വിളക്കുകളെണ്ണ വറ്റിപ്പോയി, വേഗമവരാ കരിന്തിരികളിലെണ്ണ പകരുകയാ, വിവേകശൂന്യകളെണ്ണയില്ല കേണു. വ്യക്തവാദം. കാരണം ഈ ഗാനം വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ സുവിശേഷ സംഭവമായിട്ട് വിവരിക്കുന്നതാണ്. 10 കന്യകമാരുടെ യേശു പറഞ്ഞ ഉപമ.
എൻ്റെ ചോദ്യം, 10 കന്യകകളുടെ ഉപമ നമ്മൾ പ്രസിദ്ധമാണ്. അതിൻ്റെ സന്ദേശം പേറുന്ന അവസാനത്തെ വാക്യം, അതായത് ഈ ഉപമയുടെ അവസാനത്തെ ഒരു വാക്യം ഉണ്ട്, അതിൻ്റെ സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. അതിൻ്റെ അവസാനത്തെ വാക്യം എന്താണ്? ആരോടാണ് ചോദ്യം? ഓക്കെ, ട്രീസ, യുവർ ചാൻസ്. അതിനാൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലുമായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. കറക്റ്റ് ആൻസർ. അല്പം വാക്യം മാറി. കറക്റ്റ് ആൻസർ. ഓക്കെ. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ആരോടാണ്? ആൽവിൻ. റെഡി? കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നല്ലൊരു സന്ദേശമാണ്. നമ്മൾ ദൂരക്കാഴ്ചകളിലേക്ക് കണ്ണുവെച്ചാൽ ചെറിയ പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ല. എവറസ്റ്റയിലേക്ക് കണ്ണുവെച്ചിരിക്കുന്നവന് ഇവിടെ മലയാറ്റൂർ മലയൊന്നും ഒരു പ്രശ്നമല്ല. വലിയ കാര്യങ്ങളിൽ കണ്ണുവെച്ചാൽ ചെറിയ സഹനവും പീഡയും ഒന്നും ഒരു പ്രശ്നമല്ല. ഇത് ശരിക്ക് 1 പത്രോസ് 5:10 ഈ വചനം വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. പറയേണ്ടത് ആൽവിൻ്റെ ചാൻസാണ്. 1 പത്രോസ് 5:10 ഉദ്ധരിക്കാമോ? തൻ്റെ നിത്യമഹത്വത്തിലേക്ക് നിങ്ങളെ യേശുക്രിസ്തുവിൽ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം സമയത്തെ സഹനങ്ങൾക്ക് ശേഷം നിങ്ങളെ പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തീകരിക്കുകയും. കറക്റ്റ് ആൻസർ. നിങ്ങളെ തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. നോഹയെ നിങ്ങൾ കേട്ടുവോ? പെട്ടകം 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 കെട്ടിയ നോഹയെ നിങ്ങൾ കേട്ടുവോ? കേട്ടുവോ നിങ്ങൾ കേട്ടുവോ? കേട്ടുപാട്ടുകൾ പാടിയോ? കേട്ടുവോ നിങ്ങൾ കേട്ടുവോ? കേട്ടുപാട്ടുകൾ പാടിയോ? പെട്ടകം 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 കെട്ടിയ നോഹയെ നിങ്ങൾ കേട്ടുവോ? സംഭവം എല്ലാവർക്കും വ്യക്തമാണ്. പെട്ടകം കെട്ടേണ്ടി വരും. ആര്? മലയാളികൾ. പെട്ടകം കെട്ടിക്കൊള്ളുക, ഇതാണ് പരിഹാരം. സംഭവം നോഹയുടെ പെട്ടകത്തെക്കുറിച്ചാണ് ഈ കവിത അല്ലെങ്കിൽ ഗാനശകലം പാടുന്നത്. ചോദ്യം ഇതാണ്, പെട്ടകത്തിൽ ഉണ്ടായിരുന്ന എത്ര പേരാണ്, എത്ര മനുഷ്യരാണ് രക്ഷപ്പെട്ടത്? ആരോടാണ്? ഏഞ്ചൽ. കറക്റ്റ് ആൻസർ, 8 പേർ. ഏഞ്ചലിന് അതങ്ങോട്ട് പറയാൻ ഇരിക്കാൻ മേലാത്ത അവസ്ഥയാണ്. സന്തോഷം, വെരി ഗുഡ്. നന്നായിട്ട് അറിയാവുന്ന വിദ്യാർത്ഥിക്ക് എപ്പോഴും അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുകയോ ചെയ്യാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. അടുത്ത ഓഡിയോ. എല്ലാവർക്കും അറിയാവുന്ന ഗാനശകലമാണ്, നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ഇത് നേരെ സൂചിപ്പിക്കുന്നത് പത്രോസും യേശുവും തമ്മിലുള്ള ബന്ധത്തിലേക്കാണ്. ചോദ്യം ഇതാണ്, വിശുദ്ധ പത്രോസിൻ്റെ ആദ്യത്തെ ഗുരു നിഷേധത്തിന് കാരണമായ പരിചാരിക, പല പ്രാവശ്യം നിഷേധിക്കുന്നു, ആദ്യത്തിന് കാരണമായ പരിചാരിക യേശുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമുണ്ട്.
പത്രോസിനോട് സംസാരിക്കുമ്പം യേശുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൃത്യമായൊരു പദമുണ്ട്. ഒന്നാമത്തെ പരിചാരിക. ചോദ്യം ആരോടാണ്? സിനിയോട്. ഓക്കെ, പ്ലീസ്. നീയും ആ ഗലീലക്കാരനായ യേശുവിനോട് കൂടി ഉണ്ടായിരുന്നവൻ. കറക്റ്റ് ആൻസർ. ഗലീലിയക്കാരൻ. നീയും ആ ഗലീലിയക്കാരൻ. യേശു എന്ന് പറയുന്നില്ല, ഗലീലിയായിൽ നിന്നുള്ളവൻ. അടുത്ത ഓഡിയോ. ശരിക്കും പറഞ്ഞാൽ സമാനമായ പ്രയോഗം മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ഉപയോഗിക്കുന്നുണ്ട്. പൊയ് മുഖം അണിയുന്ന കപട നാട്യക്കാരെക്കുറിച്ച് വളരെ കർശനമായിട്ട് ദീർഘമായ പ്രഭാഷണം യേശു നടത്തുന്നുണ്ട്. ഇതിന് ഇവിടെ മത്തായി സുവിശേഷകൻ അതിനുപയോഗിക്കുന്നത് അധരം, ഹൃദയം എന്നീ ശരീരഭാഗങ്ങൾ ഈ പറയുന്ന യേശുവിൻ്റെ വിമർശനത്തിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അധരം, ഹൃദയം. പക്ഷേ ഈ പരാമർശങ്ങൾ പഴയ നിയമത്തിൽ ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു സൂചനയോ കൊട്ടേഷനോ ആണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ കപടതയെ കാണിക്കാൻ വേണ്ടിയിട്ട് 2 ശരീരഭാഗങ്ങൾ, അധരം, ഹൃദയം സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് പഴയ നിയമത്തിൽ നിന്ന് വരുന്നതാണ്. പഴയ നിയമത്തിൽ ഏത് പുസ്തകം, ഏത് അധ്യായം, വാക്യം? യേശയ്യ 29:13. കറക്റ്റ് ആൻസർ. യേശയ്യ 29:13. ഇതോടെ ഈ റൗണ്ട്, ഓഡിയോ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. മത്സരാർത്ഥികളെയും പ്രേക്ഷകരെയും ഒരുപോലെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന റൗണ്ടാണ് അടുത്തത്, ബസർ റൗണ്ട്. ഓക്കെ, വി സ്റ്റാർട്ട്. വളരെ പ്രോംപ്റ്റ് ആയിട്ടിരിക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക. ഒരു പ്രാവശ്യമേ ചോദ്യം പറയുള്ളൂ. ഹീബ്രു ബൈബിളിന്റെ ഗ്രീക്ക് പരിഭാഷ നടന്നത് എവിടെ വെച്ച്? നമ്പർ 3, അലക്സാൻഡ്രിയ. കറക്റ്റ് ആൻസർ. ഓക്കെ, 10 മാർക്ക് സിസ്റ്റർ ഏഞ്ചലിന്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. രണ്ടാമത്തെ ബസർ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം. 2-ാം ജെറൂസലം ദേവാലയം പണിതത് ആരെ? നമ്പർ 9, സെറുബാബേൽ. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ബസർ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. മുന്തിരിത്തോട്ടം നട്ടു പിടിപ്പിച്ചതായി ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ വ്യക്തി. അയാൾ, ഒരു ക്ലൂ ആണ്, അതിലെ വീഞ്ഞ് കുടിച്ച് മത്തനായി ഉറങ്ങുകയും ചെയ്തു. നമ്പർ 4, നോഹ. കറക്റ്റ് ആൻസർ. 39:20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെളിപാടിന്റെ പുസ്തകം 7 സഭകൾക്കുള്ള കത്താണ്. ഇതിൽ ഒരു സഭയുടെ പേരിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞാൽ സഹോദര സ്നേഹം എന്നാണ്. ഏതാണ് ഈ സഭ? നമ്പർ 1, സ്മിർനായ സഭ. റോങ് ആൻസർ. സങ്കടമുണ്ട് പറയാൻ, എന്നാലും -5 ആന്റണി. ഐ ആം സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാവൂൾ രാജാവിന്റെ ഭരണസിരാ കേന്ദ്രം. ഒരു ലൈറ്റും തെളിയുന്നില്ല. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുന്നു. സാവൂൾ രാജാവിന്റെ ഭരണകേന്ദ്രം. ഹോളി ലാൻഡ്, വിശുദ്ധ നാട് സന്ദർശിച്ചവർക്കാണ് അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇന്നും യൂതരുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഹെബ്രോൺ. പൂർവ്വപിതാക്കന്മാരുടെ കുടീരങ്ങൾ അവിടെ ഉണ്ട്. അവരുടെ നമ്മൾ ഈ മത്സരത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. 5 ചോദ്യങ്ങൾ മാത്രമേ ഇനി അവശേഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. വിഷ്വൽ ആണ്, ശ്രദ്ധിക്കുക. അതിനോട് ബന്ധപ്പെട്ട ചോദ്യം അതിനുശേഷം. ഉത്തരമറിയാമെങ്കിൽ ബസർ ഞെക്കുക. റൈറ്റ്, വി സ്റ്റാർട്ട്.
Take the name of the Lord thy God in vain. Remember the Sabbath day to keep it holy. Honor thy father and thy mother. Thou shalt not kill. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. സംഭവം നിങ്ങൾ കണ്ട ഫിലിമിൽ നിന്നാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 10 കൽപ്പനകളുടെ ആമുഖമായിട്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്ന വാചകം. 10 കൽപ്പന ആമുഖമായി ദൈവം പറയുന്ന എന്ത്? ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. റോങ് ആൻസർ. ഞാൻ ചോദിച്ച ചോദ്യം 10 കൽപ്പനകൾ ആമുഖമായി ദൈവം പറയുന്നത് എന്ത് എന്നായിരുന്നു. ഉത്തരം ഇതാണ്: അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. മൈനസ് മാർക്ക്. ഐ ആം സോറി, 5 മാർക്ക് നഷ്ടപ്പെട്ടു. എന്നാലും അടുത്ത റൗണ്ടിൽ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. അടുത്ത വിഷ്വൽ. I was a boy. Then you lack one thing only. Sell all that you have and give it unto the poor. Then you shall have treasures in heaven. And come, follow me. How difficult it is for a rich man to enter the kingdom of God. ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിഷ്വൽ. ചോദ്യം ശ്രദ്ധയോടെ ആ ക്ലിപ്പ് കാണുകയും സുവിശേഷം ശ്രദ്ധയോടെ വായിക്കുകയും ചെയ്താൽ എളുപ്പമായിട്ട് പറയാവുന്നതാണ്. ചോദ്യം ഇതാണ്: ഈ പറയുന്ന മൂവി പീസിൽ ധനവാനെക്കുറിച്ചുള്ള ഈശോയുടെ പരാമർശം സുവിശേഷത്തിൽ നിന്നുള്ളതാണ്. ചോദ്യം: ഈ പരാമർശത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? സിനിമയിൽ പറയുന്ന ഒരു കാര്യം സുവിശേഷത്തിൽ പറയുന്നതിൽ നിന്നും കൃത്യമായിട്ടൊരു വാക്ക് വ്യത്യാസപ്പെട്ടായിരിക്കുന്നു. എന്താണ് അത്? പ്രധാനപ്പെട്ട ഒരു പദമാണ് തന്നെ. അതേതാണ് പദം? നമ്പർ 9. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടായിരിക്കും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം യേശു ശിഷ്യന്മാരോടാണ് അടുത്ത വാചകം പറയുന്നത്. വ്യത്യാസം ഏതാണെന്ന് എൻ്റെ ചോദ്യം. സുവിശേഷവും സിനിമാ ക്ലിപ്പുമായിട്ടുള്ള വ്യത്യാസം പറഞ്ഞ ഒരു സെക്കൻഡ് തരാം. ഷെറിന, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ്. ദാറ്റ് വാസ് എ റോങ് ആൻസർ. അത് വളരെ കൃത്യമായിട്ട് ഉള്ള ഒരു വ്യത്യാസമാണ്. അത് ശ്രദ്ധിക്കേണ്ടത് കിങ്ഡം ഓഫ് ഗാഡ് എന്ന് സിനിമാ ക്ലിപ്പിംഗ് വരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന പ്രയോഗം കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം. മർക്കോസും ലൂക്കായും ഒന്നും അതല്ല. മത്തായി മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കിങ്ഡം ഓഫ് ഹെവൻ. മത്തായിക്ക് ഇഷ്ടപ്പെട്ടത് എന്തോ കാരണത്താണ്. ആട്ടെ, കാരണം പോട്ടെ. കിങ്ഡം ഓഫ് ഹെവൻ. പക്ഷേ ഈ സിനിമ ക്ലിപ്പിങ്ങിൽ കിങ്ഡം ഓഫ് ഗാഡ്, അതാണ് വ്യത്യാസം. -5 മാർക്ക്. സോറി ഷെറി. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. Padre mio, perché mi hai abbandonato? Costui che Amelia chiama. Lascia, vediamo se viene lì a salvarlo. ചോദ്യം ഇതാണ്: ഈശോ മരിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ പസോലിനിയുടെ സിനിമയിൽ നിന്നും അതിൻ്റെ ക്ലിപ്പിംഗ് ആക്കേണ്ടത്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെ വേളയിൽ യേശുവിന് എത്ര പ്രാവശ്യം കുടിക്കാൻ ലഭിക്കുന്നുണ്ട്? നമ്പർ 3. 2 പ്രാവശ്യം.
കറക്റ്റ് ആൻസർ. മത്തായി 27:34, 27:48 2 പ്രാവശ്യം യേശുവിന് കുടിക്കാൻ കൊടുക്കുന്നു. അടുത്ത വിഷ്വലിലേക്ക് നമ്മൾ പോവുകയാണ്. ശ്രദ്ധിക്കേണ്ടത് ഇനി 2 ചോദ്യങ്ങളെ അവശേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ ശ്രദ്ധിച്ച് കണക്ക് കൂട്ടി അടുത്ത 2 ഉത്തരങ്ങളിലേക്ക് പോവുക. വിഷ്വൽ ആരംഭിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അറിയാവുന്ന സന്ദർഭമാണ്. ദൈവം അദോണായി മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഇത് ഉത്തരം പറയേണ്ടത് അത് നിങ്ങൾക്ക് മനസ്സിലായി. ചോദ്യം ഇതാണ്: സീനായി മലയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി, കാഹളധ്വനി മുഴങ്ങി, ജനമെല്ലാം ഭയന്നു വിറച്ചു. ഈ സംഭവത്തിന്റെ അധ്യായം, വാക്യം. ഓക്കെ, നമ്പർ 6. അധ്യായം 20, വാക്യം 18. കറക്റ്റ് ആൻസർ. പുറപ്പാട് 20:18. ഒരു സന്ദർഭത്തിലൂടെ ഉണ്ട് ഏത് പറഞ്ഞിരുന്നേലും മാർക്ക് കിട്ടിയേനെ. ഏതായിരുന്നു? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു സന്ദർഭം കൂടെ. പുറപ്പാട് 19:16 മുതൽ 18 വരെ. അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വളരെ 10 മാർക്കിൻ്റെ ഡിഫറൻസിൽ പലരും നിൽപ്പുണ്ടല്ലേ? ഉണ്ട്. 1ാം സ്ഥാനത്തേക്കോ 2ാം സ്ഥാനത്തേക്കോ വരാവുന്ന സാധ്യത ഇനിയും കിടക്കുകയാണ്. അതുകൊണ്ട് അവസാനത്തെ വിഷ്വൽ. But we've walked all this way to see him. I'm sorry. Wait. Suffer the little children to come unto me, and forbid them not, for of such is the kingdom of God. ശിശുക്കള്, കുട്ടികള് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് തടയുന്ന, അതാണ് ഈ സന്ദർഭം. ചോദ്യം ഇതാണ്: ഈ തടയുന്ന ആളെ സുവിശേഷത്തിൽ പ്രതിനിധീകരിക്കുന്നത് ആര്? അഥവാ ആരാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ വരുന്നതിന് തടഞ്ഞത്? റൈറ്റ്, 7ാമത്തെ നമ്പർ. ശിഷ്യന്മാർ. കറക്റ്റ്, ശിഷ്യന്മാർ. ഇവിടെ ഒരാളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ശിഷ്യന്മാർ തടഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ആകാംക്ഷാജനകവും നയനാനന്ദകരവുമായ ഈ ബസ് റൗണ്ടിന് ശേഷം സ്കോർ നില നമുക്ക് പരിശോധിക്കാം. ആന്റണി ആൻഡ്രൂസ് 30 പോയിന്റ്, സിനി ഷാലിൻ 25 പോയിന്റ്, സിസ്റ്റർ ഏഞ്ചൽ റോസ് 60 പോയിന്റ്, ബ്രദർ ആൽവിൻ 50 പോയിന്റ്, 45 പോയിന്റ്, ബ്രദർ സോളമൻ 55 പോയിന്റ്, സിസ്റ്റർ ബെറ്റി 60 പോയിന്റ്, സിസ്റ്റർ നിത്യ 45 പോയിന്റ്, ഷെറിൻ ഫ്രാൻസിസ് 55 പോയിന്റ്, നവിത 45 പോയിന്റ്. ഇപ്പോഴത്തെ മാർക്കിന്റെ നിലവാരമനുസരിച്ച് 2 പേർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. സിസ്റ്റർ ബെറ്റിയും സിസ്റ്റർ ഏഞ്ചലും. അതോടൊപ്പം 2ാം സ്ഥാനത്ത് 2 പേരുണ്ട്. ബ്രദർ സോളമൻ 55 മാർക്ക്, അതോടൊപ്പം തന്നെ ഷെറിനും 55 മാർക്ക്. അതുകൊണ്ട് തന്നെ സമ്മാനം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഒരു ചെറിയ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. അതിങ്ങനെയായിരിക്കും, ബസർ റൗണ്ട് തന്നെയായിരിക്കും. 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കുമായിട്ട് നിൽക്കുന്ന 2 പേർ, സിസ്റ്റർ ബെറ്റി ആൻഡ് സിസ്റ്റർ ഏഞ്ചൽ, അവർക്കായിരിക്കും ആദ്യത്തെ ചാൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 1ാമത്തെ ചോദ്യം: നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും? അധ്യായം, വാക്യം. ഓക്കെ, നമ്പർ 7. ഓക്കെ, ബെറ്റി.
യുവർ ചാൻസ്. പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. പത്രോസിന്റെ ലേഖനം 3:13. Is it correct? Correct answer. അടുത്തത് 3-ാം സ്ഥാനം തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ്. ഒരേ മാർക്കോട് കൂടി ഇപ്പോൾ നിൽക്കുന്ന രണ്ടുപേരാണ്. അവരോട് ഇതേ ചോദ്യം: നിന്റെ ദൈവത്തെ നിന്ദിക്കുകയോ നിന്റെ ജനത്തിന്റെ ഭരണാധികാരിയെ ശപിക്കുകയോ അരുത്. അധ്യായവും വാക്യവും. 6 ആരാണ്? 6 ബ്രദർ സോളമൻ, യുവർ ചാൻസ്. അധ്യായം 22 വാക്യം 28. 22-28. കറക്റ്റ്. ഈ സി ഗ്രൂപ്പിന്റെ ഈ റൗണ്ട്സ് എല്ലാം പൂർത്തിയാകുമ്പോൾ 1, 2, 3 സ്ഥാനക്കാർ തീരുമാനമായിരിക്കുകയാണ്. ഈ റൗണ്ടുകൾക്കൊടുവിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് സിസ്റ്റർ ബെറ്റി വിത്ത് 75 പോയിന്റ്സ്. 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് സിസ്റ്റർ ഏഞ്ചൽ റോസ് വിത്ത് 60 പോയിന്റ്സ്. 3-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ബ്രദർ സോളമൻ വിത്ത് 55 പോയിന്റ്സ്. ആവേശോജ്വലമായ സി ഏജ് ഗ്രൂപ്പിന്റെ മത്സരങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി.